Dear students, last ക്ലാസ്സിൽ ഡിപ്രീസിയേഷൻ അതിന്റെ കണ്ടീഷൻസ് അതിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിലെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പറയുന്നത്, ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അലൗഡ് ആസ് എ ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം ഫ്രം ബിസിനസ്. ബിസിനസ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എത്രയാണ് നമുക്ക് ഡിറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം പർച്ചേസ്ഡ് ഗുഡ് വിൽ ഫോർ റുപ്പീസ് 1,25,000 in April 2019. Second item, purchased patents for rupees 2 lakh in May 2019. And third item is purchased trademark for rupees 1,50,000 in November 2019. ഈ 3 ഐറ്റം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങളെ കണ്ടീഷൻസ് റേറ്റ്സും കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, ഗുഡ് വില്ലിന്റെ കാര്യവും അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആവുന്ന സിറ്റുവേഷനിൽ എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗുഡ് വില്ല് അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അതിനൊന്നും തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, അതിനൊരു ഡിഡക്ഷൻ നമുക്ക് അലൗഡ് അല്ല. സോ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ പർച്ചേസ്ഡ് ഗുഡ് വിൽ ഫോർ rupees 1,25,000 നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ആ പോയിന്റ് എഴുതിയിട്ട് അത് മെൻഷൻ ചെയ്യാം. ദാറ്റ് ഇസ് എ ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഹെൻസ് നോ ഡിഡക്ഷൻ ഇസ് അലൗഡ്. Then second one, purchased patent for rupees 2 lakh in May 2019. Then purchased trademark for rupees 1,50,000 in November 2019. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡേറ്റ് വൈസ് നമ്മൾ നോക്കണം. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 6 മന്തിൽ കൂടുതൽ നമ്മൾ ആ ഒരു കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. 6 മന്തിൽ കൂടുതൽ ആ അസറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, ആ 180 ഡേയ്സിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, ഹാഫ് ഡിപ്രീസിയേഷൻ മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ എന്നുള്ള തിയററ്റിക്കൽ പോർഷൻ ഒക്കെ നമ്മുടെ മൈൻഡിൽ വേണം. ഇപ്പൊ ബ്ലോക്ക് ഓഫ് അസറ്റ് ലൈക്ക് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ് അതിനൊക്കെ തന്നെ അത് ഓൺ ഓർ ബിഫോർ 1498 മുമ്പാണെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഡിപ്രീസിയേഷന്റെ റേറ്റ്സ് എന്ന് പറയുന്നത് ആ റേറ്റും നിങ്ങളുടെ മൈൻഡിൽ വേണം, എങ്ങനെയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് എന്നുള്ളത്. അതല്ല നമുക്ക് ക്വസ്റ്റനിൽ ഡയറക്റ്റ് നമ്മളോട് പറയില്ല ഇത്രയാണ് അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ ഒക്കെ ഹോൾ ഡിപ്രീസിയേഷൻ റേറ്റ് വരുന്നത് 25% ആണ്. അപ്പൊ 2 ലാക്ക് പേറ്റന്റ് പർച്ചേസ് ചെയ്തത് May 2019 ആണ്. അതിന് 25% നമുക്ക് ഫുൾ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ 180 ഡേറ്റ്, അതായത് 6 മന്തിൽ കൂടുതൽ അവിടെ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിന്റെ 25% 50,000. ദെൻ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് 1,50,000, അത് നവംബർ 2019 അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പം 1,50,000 25% വെച്ചിട്ടാണ്, പക്ഷെ ഈ നവംബറിലാണ് അത് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് 6 മന്തിൽ കൂടുതലായിട്ടില്ല. നമ്മൾ സെപ്റ്റംബർ ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു, സെപ്റ്റംബർ 30 ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പം ഇവിടെ നവംബറിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഹാഫ് പോർഷൻ ഡിപ്രീസിയേഷൻ എടുക്കുക, 18,750. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, 68,750. അപ്പൊ ഈ ഒരു കേസിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. വേറെ ഒന്നും നമ്മളോട് പറയുന്നില്ല. നമുക്ക് തന്നിട്ടുള്ള 3 കാര്യങ്ങൾ നോക്കുക. അതിൽ ഗുഡ് വില്ലിനെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ള രണ്ടിനും ഒന്ന് 6 മന്തിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് ഫുൾ ആയിട്ട് എടുത്തു. മറ്റത് നവംബറിലാണ്, 6 മന്തിൽ കുറവാണ്, 180 ഡേയ്സിൽ കുറവാണ്, അതുകൊണ്ട് ഹാഫ് പോർഷനും അതിന്റെ എടുത്തു. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബുക്സ് ഓഫ് XYZ ലിമിറ്റഡ് ഡിസ്ക്ലോസ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. Written down value of plant and machinery on 1/4/2019 1 lakh. Then cost of new machinery purchased for production of articles 1/1/2020 and put to use 60,000. Written down value of machinery sold on 1/2/2020 30,000. The amount received on the machinery sold was rupees 40,000. അപ്പൊ ഒരു മെഷീനറി നമ്മൾ 1/4/2019 ഉള്ള മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. ദെൻ പുതിയ ഒന്ന് വാങ്ങിച്ചു, അത് 1/1/2020 60,000 ആണ് പേ ചെയ്തത്. ഈ അസറ്റ്, അതായത് 1/4/2000 നമ്മൾ സെയിൽ ചെയ്ത അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആ സമയത്ത് 2020 30,000 ആണ് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. അത് സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് 40,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ ദ അസസ്മെന്റ് ഇയർ 2021 കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് March 10 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള
പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തു 1 lakh 1/4/2019 അതിന്റെ വാല്യൂ 1 lakh ആണ്. ദെൻ ഒരു മെഷീനറി കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 1/1/2020 നമ്മൾ പർച്ചേസ് ചെയ്തു, അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ 1,60,000 ആണ്. ദെൻ അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഫസ്റ്റ് നമ്മൾ 1 lakhന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് 30,000 എന്ന് പറയുന്നത്. സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് എമൗണ്ട് 40,000 കിട്ടിയിട്ടുണ്ട്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh പ്ലസ് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തത് 60,000, ടോട്ടൽ 1,60,000. ദെൻ സെല്ലിംഗ് പ്രൈസ് 40,000. ഓക്കെ, അപ്പൊ റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 എത്രയാ വരുന്നത്? 1,20,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 1 lakh മെഷീനറി, അതിന്റെ 60,000 അതിന്റെ പുതിയ മെഷീനറി വാങ്ങിച്ചു, അതൊന്നും നമ്മൾ പഴയ മെഷീനറി സെയിൽ ചെയ്തപ്പോൾ കിട്ടിയ ഫിഗർ മൈനസ് ചെയ്തു. ദെൻ നമുക്ക് 1,20,000 ആണ് 2019-20 അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. അഡീഷനും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? എത്രയും ക്ലിയർ ആയല്ലോ? ഈ വാല്യൂ എടുക്കുന്നത് അതിന്റെ ഫസ്റ്റ് അതിന്റെ ബിഗിനിങ്ങിൽ എത്രയാണോ വാല്യൂ, അതിനോട് കൂടി അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം ആ സെയിൽ ചെയ്തത് എന്തെങ്കിലും ഫിഗർ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടും പ്രീവിയസ് ഇയർ 19-20. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 1,20,000 60,000 എന്ന് പറയുന്നത് പുതിയ മെഷീനറി വാങ്ങിയതാണ്. അത് 1/1/2020 വാങ്ങിയതെന്ന് പറയുന്നുണ്ട് അല്ലെ. പർച്ചേസ്ഡ് ഓൺ നോക്കിയാൽ അറിയാം 1 ജാനുവരി 2020 വാങ്ങിയിട്ടുള്ളത് 60,000 രൂപ കൊടുത്ത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് 180 ഡേയ്സിൽ കുറവാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് അതിന് ഫുൾ ആയിട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് മൈൻഡിൽ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ഓൺ ന്യൂ മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഈ 60,000 ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാന്നുള്ളത് നമ്മളവിടെ നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പം 50% ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ 7.5% ഹാഫ് പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്തു, ഹാഫ് പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഓൾഡ് മെഷീനറിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഓൾഡ് മെഷീനറി 1 lakh ആണ് അതിന്റെ വാല്യൂ. അതിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് 40,000 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 40,000 സെയിൽ ചെയ്യുമ്പോൾ 1 lakh മൈനസ് 40,000 60,000. ആ 60,000 ഫുൾ ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്തു 9,000. ഓക്കെ, ദെൻ നമുക്കറിയാം പിന്നീട് അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ന്യൂ മെഷീനറിക്ക് നമുക്ക് അവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. അഡീഷണൽ ഡിപ്രീസിയേഷൻ നമുക്കറിയാം 20% ആണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ. അതും 180 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ ഫുൾ ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഹാഫ് എടുക്കാൻ പറ്റും. അപ്പൊ ആ പുതിയ മെഷീനറി വാങ്ങിയത് 1/1/2020 അത് യൂസ് ചെയ്തിട്ടുള്ളത് 180 ഡേയ്സിൽ കുറവാണ്. അതുകൊണ്ട് 60,000-ന് 10%, അതായത് 20% ആണ് നോർമലി വരുന്ന അഡീഷണൽ ഡിപ്രീസിയേഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഹാഫ് പോർഷൻ 10% നമ്മൾ എടുത്തു. അപ്പം 6,000. അപ്പൊ ടോട്ടൽ ഓൾഡ് മെഷീനറിക്ക് ഫുൾ ആയിട്ട് ഡിപ്രീസിയേഷൻ എടുത്തു. ദെൻ ന്യൂ മെഷീനറിക്ക് 180 ഡേയ്സിൽ കുറവായതുകൊണ്ട് 7.5%. ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കണ്ടീഷൻസും കാര്യങ്ങളും നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇവിടെ ഹാഫ് എടുക്കുന്നുള്ളൂ, കാരണം അത് 180 ഡേയ്സിൽ കുറവാണ് പുതിയ അസറ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് 6,000. ഇപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 19,500. 9,000 പ്ലസ് 4,500 പ്ലസ് 6,000. ടോട്ടൽ 19,500. ഇപ്പൊ ഈ രീതിയിലാണ്, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഡേറ്റും കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വേണം, എത്ര ദിവസമാണ് അസറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഓക്കെ, ഇത് വേറൊരു രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്ത അതുപോലെ തന്നെയാണ്, പക്ഷെ അവിടെ 3 ബ്ലോക്ക് ഓഫ് അസറ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 ബ്ലോക്ക് ഓഫ് അസറ്റ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ പറയുന്നത് നമ്മൾ സെയിം ആസ് യൂഷ്വൽ നമ്മൾ സെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൽ വരുന്നത്. അതിൽ ബിൽഡിംഗ് വരുന്നുണ്ട്, മെഷീനറി വരുന്നുണ്ട്, ഫർണിച്ചർ വരുന്നുണ്ട്. അപ്പൊ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാൻ പറ്റും, നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ബിൽഡിങ്ങിൽ പറയുന്നത് ഒരു ഫാക്ടറിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് 1/4/2019 80,000, ന്യൂ ബിൽഡിംഗ് 1/9/2019 40,000, ദെൻ ഓഫീസ് ബിൽഡിംഗ് 1/4/2019 50,000. ഇപ്പൊ ഇത്രയുമാണ് ബിൽഡിങ്ങിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബിൽഡിംഗ് എടുത്തു, ഫസ്റ്റ് അതിന്റെ വാല്യൂ 80,000 വാല്യൂ നമ്മൾ എടുത്തു. ദെൻ അതിനോട് കൂടി അഡീഷൻസ് വന്നിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഓഫീസ് ബിൽഡിംഗ് 1/4/2019 തന്നെ 50,000 ഉണ്ട്. സോ
80,000 പ്ലസ് 50,000 1,30,000 ഇത് ഹോൾ ഇയറിൽ വരുന്നതാണ്. ദെൻ അഡീഷൻ വന്നിട്ടുള്ളത് ന്യൂ ബിൽഡിംഗ് വന്നിട്ടുള്ളത് 1/9/2019 ഒരു 40,000ന്റെ ബിൽഡിംഗ് കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്തു. അപ്പൊ ടോട്ടൽ 1,70,000. അപ്പൊ ടോട്ടൽ 1,70,000. അപ്പൊ ബിൽഡിങ്ങിന്റെ റേറ്റ് നമ്മൾ ഓർക്കണം എത്രയാണ് അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ 10% ആണ് നമുക്കറിയാം. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ഓർക്കുക, എത്രയാണ് അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റ്സിനും വരുന്നത്. അപ്പൊ ഇവിടെ 1/9/2019 ആണ്. അപ്പം അത് എന്താണ് ഹോൾ ഇയർ നമുക്ക് കിട്ടും. ടോട്ടൽ ഫുൾ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 1,70,000ന്റെ 10% 17,000 ആണ് ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഇവിടെ മെഷീനറിയുടെ കാര്യവും അതുപോലെ തന്നെ നോക്കുക. മെഷീനറി വാങ്ങിയ ഡേറ്റ് പറയുന്നുണ്ട്, ന്യൂ മെഷീനറിന്റെ സെയിൽ ചെയ്ത കാര്യം പറയുന്നത്. നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത സെയിം സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ഓരോന്നും മെഷീനറിയുടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. അവിടെയും അഡീഷണൽ ഡിപ്രീസിയേഷന്റെ ഒരു കേസ് വരുന്നുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. അപ്പം മെഷീനറി റിട്ടേൺ ഡൗൺ വാല്യൂ 1/4/2019 1 lakh ആണ്. ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്തു 1/5/2019 60,000. Then new machinery, one more new machinery is purchased 1/11/2019 50,000. Then sale ചെയ്തു 40,000. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസ് ചെയ്ത 1/4/2019 മെഷീനറി എമൗണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനോട് കൂടി നമ്മൾ 2 പുതിയ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. 1 lakh അതിന്റെ വാല്യൂ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നെ. അതിനോട് കൂടി ഒരു 60,000 നമ്മൾ 1/5/2019 വാങ്ങിയിട്ടുണ്ട്. ഒരു 50,000 നമ്മൾ 11ലും വാങ്ങിയിട്ടുണ്ട്, നവംബറിലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്തു ടോട്ടൽ 2,10,000. ദെൻ അതിന്റെ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 40,000 ആണ് നമ്മൾ അത് സെയിൽ ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 1 lakh അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, പുതിയ മെഷീനറി വാങ്ങിയത് 60,000. ദെൻ വൺ മോർ ന്യൂ മെഷീനറീസ് പർച്ചേസ്ഡ് 50,000. ദെൻ സെയിൽ വാല്യൂ 40,000. അപ്പൊ അത് മൈനസ് ചെയ്തുമ്പോൾ അതിന്റെ വാല്യൂ സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 40,000 മൈനസ് ചെയ്തു ടോട്ടൽ 1,70,000. ഇനി ഈ ടോട്ടൽ 1,70,000 നമുക്ക് മെഷീനറിയുടെ റേറ്റ് നമുക്കറിയാം. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15% ആണ് റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഹോൾ ആയിട്ട് 15% എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ, അതിൽ ഒരു മെഷീനറി എന്ന് പറയുന്നത് 180 ഡേയ്സിൽ കുറവാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ഈ 50,000 മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത് എന്നാണ് 11ലാണ്, നവംബറിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. കാരണം 180 ഡേയ്സിൽ കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് 7.5% എടുത്തു. ദെൻ ഡിപ്രീസിയേഷൻ 15%. ബാക്കിയുള്ള 1,20,000, അതായത് 1 lakh പ്ലസ് 60,000, 1,60,000 മൈനസ് 40,000. അതായത് പഴയ മെഷീനറി ആണ് സെയിൽ ചെയ്ത കാര്യം പറയുന്നത്. ഓൾഡ് മെഷീൻ ആണ് സെയിൽ ചെയ്തത് 40,000. അപ്പം 1 ലക്ഷം പ്ലസ് മെയിൽ വാങ്ങിയിട്ടുള്ള 60,000 കൂടെ 1,60,000 മൈനസ് ആ ഓൾഡ് മെഷീനറി സെയിൽ ചെയ്തു 40,000. അപ്പം അതിന്റെ വാല്യൂ അത് മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,20,000 കിട്ടും. അതിന് നമുക്ക് ഫുൾ ആയിട്ട് 15% എടുക്കാം. അത് 18,000 കിട്ടി. ഓക്കെ, ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇവിടെ നേരത്തെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതുപോലെ തന്നെ ഈ ഒരു മെഷീനറിക്ക് എന്ത് എടുക്കാൻ പറ്റൂ, ഹാഫ് പോർഷൻ അത് 10% എടുത്തു. ദെൻ റിമൈനിങ് അസറ്റിന് 20% എടുത്തു. ഓക്കെ, അപ്പൊ അത് 5,000ഉം 12,000 കിട്ടി. അഡീഷണൽ ഡിപ്രീസിയേഷൻ അത് പഴയതിനല്ല കിട്ടുന്നത്, ഈ ന്യൂ മെഷീനറിക്കാണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, അത് ആ ഒരു ഡേറ്റ് വൈസ് നമ്മൾ ഓർക്കുക. ദെൻ ഇതിൽ നെക്സ്റ്റ് നമുക്ക് അപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര വരുന്നുണ്ട്, 3,07,050 പ്ലസ് 18,000 പ്ലസ് 5,000 പ്ലസ് 12,000. ഇപ്പൊ ടോട്ടൽ ഡിപ്രീസിയേഷൻ പറയുന്നത് 38,750. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്തോളൂ, ഫർണിച്ചറിന്റെ നോക്കുക. ഫർണിച്ചറിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ ആ 10% എടുക്കുക അല്ലെ. റിട്ടേൺ ഡൗൺ വാല്യൂ 1/4/2019 15,000 ആണ്. ന്യൂ അഡീഷൻസ് വന്നിട്ടുള്ളത് 5,000 ആണ്. സെയിൽസ് പ്രൊസീഡ്സ് 10,000. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ എടുത്തു. അതിന്റെ വാല്യൂ 15,000, അഡീഷൻ 5,000, ടോട്ടൽ 20,000. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്നാണ് അസറ്റ് എന്നാ വാങ്ങിച്ചിട്ടുള്ളത്, 1/12/2019 ആണ് 5,000 വാങ്ങിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് അതിന് 5% ഡിപ്രീസിയേഷൻ എടുക്കാൻ പറ്റും. ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ 10%. 10% 14,000, 15,000 മൈനസ് 10,000, 14,000 10% നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു. സോ ടോട്ടൽ 250 പ്ലസ് 1,400, 1,650. ഇത്രയാണ് ഫർണിച്ചറിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഇതുപോലെ ഇതൊരു സിംഗിൾ ഏരിയ ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യനിൽ വന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നോളന്നില്ല. ഓരോ ബ്ലോക്ക് ആയിട്ട് നമ്മൾ